കാസർഗോഡ് ചൂരിയിൽ മദ്രസ അധ്യാപകനെ വെട്ടിക്കൊന്നു. കുടക് സ്വദേശി റിയാസാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മധൂർ പഞ്ചായത്തിൽ ഇന്ന് മുസ്ലിം ലീഗ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് സമീർ പി മുഹമ്മദ് ചേരുന്നു. സമീർ, എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് കരുതുന്നത്? ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? വീണ, കൊലപാതകത്തിന്റെ പിന്നിലുള്ള കാരണം എന്തെന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല. ഇന്നലെ അർദ്ധരാത്രി 1 മണിയോട് കൂടിയാണ് കാസർഗോഡ് നഗരത്തിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ മാറിയുള്ള ചൂരിയിലെ ഇസ്സത്തുൽ ഇസ്ലാം പള്ളി കോമ്പൗണ്ടിൽ വെച്ച് ഈ പള്ളിയിലെ ജീവനക്കാരനായിട്ടുള്ള കുടക് സ്വദേശി റിയാസ് കൊല്ലപ്പെട്ടത്. പള്ളിയോട് ചേർന്നുള്ള കെട്ടിട മുറിയിലാണ് റിയാസും സഹപ്രവർത്തകനായ അബ്ദുൽ അസീസും താമസിക്കുന്നത്. രാത്രി ശബ്ദം കേട്ട് അബ്ദുൽ അസീസ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് നേരെ വലിയ തോതിൽ കല്ലേറുണ്ടായി. തുടർന്ന് അദ്ദേഹം പള്ളിയിലെത്തി ബാങ്ക് വിളിക്കുന്ന മൈക്കിൽ കൂടി ചിലർ പള്ളി ആക്രമിച്ചു എന്ന രീതിയിൽ വിളിച്ചു പറയുകയായിരുന്നു. തുടർന്ന് ഇത് കേട്ട് സംഘടിച്ചെത്തിയ നാട്ടുകാരാണ് റിയാസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ ആയില്ല. സംഭവം അറിഞ്ഞ് ഉത്തരമേഖല ADGP രാജേഷ് ദിവാൻ, IG മഹിബാൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ രാത്രി തന്നെ കാസർഗോഡ് എത്തുകയും ചെയ്തു. വലിയ തോതിലുള്ള സുരക്ഷയാണ് കാസർഗോഡ് നഗരത്തിലും അതുപോലെ ചൂരി ഉൾപ്പെടുന്ന മധൂർ പഞ്ചായത്തിലും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പലതവണ വർഗീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പ്രദേശമാണ് മധൂർ. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ തോതിലുള്ള ശ്രദ്ധയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. രാത്രി തന്നെ കൊലയാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള കർണാടക അതിർത്തി അടച്ച് പല സംഘങ്ങളായിട്ടാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ബൈക്കുകളിലെത്തിയ 2-ലധികം പേരുള്ള കൊലയാളി സംഘമാണ് കൊല നടത്തിയതെന്നുള്ള പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ ഉള്ളത്. മധൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കാസർഗോഡ് നഗരത്തിലും സ്ഥാപിച്ചിരിക്കുന്ന CCTVയിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഉത്തരമേഖല ADGP അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. വലിയ തോതിലുള്ള സുരക്ഷയും നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. മരിച്ച റിയാസിന്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പരിയാരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൊലപാതകത്തിന്റെ പിന്നിലെ കാരണം എന്തെന്നോ അല്ലെങ്കിൽ ആരാണിത് ചെയ്തതെന്ന് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തമായ വിവരം പോലീസിന്റെ മുന്നിലില്ല. എന്തായാലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധയിലാണ് ഇപ്പോൾ പോലീസ്. ശരി സമീർ.